നമുക്കെല്ലാവർക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ ആവശ്യമായി വരുന്ന ഒന്നാണ് ബ്ലഡ്. എന്നാൽ പലയിടങ്ങളിലും ബ്ലഡ് കിട്ടാതെ വിഷമിക്കുന്ന അവസ്ഥയാണുള്ളത്. നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിൽ നിന്നും ആവശ്യമായ ഗ്രൂപ്പിലുള്ള ബ്ലഡ് ലഭ്യമാകുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനെയാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഡിയർ ഫ്രണ്ട്സ്, ഇനി എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് MPulse. ഞാൻ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ നിന്ന് MPulse എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ MPulse ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് MPulseൻ്റെ ഹോം പേജ്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് സെർച്ച് ബ്ലഡ് ഡോണേഴ്സ് എന്ന ഒരു ഐക്കൺസ് ഉണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്നൊരു മെനു ആണ് ബ്ലഡ് ഗ്രൂപ്പ്, ചൂസ് ഡിസ്ട്രിക്റ്റ്, ചൂസ് പഞ്ചായത്ത്, സ്റ്റാർട്ട് സെർച്ച്. ഞാനൊരു ബ്ലഡ് ഗ്രൂപ്പ് സെർച്ച് ചെയ്യാണ്. എ പോസിറ്റീവ് എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് സെർച്ച് ചെയ്യുന്നു. ഡിസ്ട്രിക്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് ജില്ലയിലാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് ജില്ലയിലെ ആൾക്കാണോ ബ്ലഡ് വേണ്ടതെന്നനുസരിച്ചിട്ട് നമുക്ക് ഡിസ്ട്രിക്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് സെർച്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ് സെർച്ച് ചെയ്യാണ്. എറണാകുളം എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ് സെർച്ച് ചെയ്യുന്നു. ഇതിൽ തന്നെ ചൂസ് പഞ്ചായത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ എന്നുള്ളത് ആ ഐക്കൺ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ഞാൻ കൊച്ചിൻ കോർപ്പറേഷൻ സെലക്ട് ചെയ്യുന്നു. ദെൻ സ്റ്റാർട്ട് സെർച്ച് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ ലിസ്റ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുകളുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്, എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ആളുകൾ. ഇതിൽ അച്ചുരാജ് എന്ന് പറഞ്ഞ ആളെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഫോൺ നമ്പർ, ഇമെയിൽ ID എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വേറൊരു സവിശേഷത, നമുക്കും വേണമെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഡോണർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളുടെ പേര് അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അത് കൊടുക്കാം. നമ്മൾ നിൽക്കുന്ന കോൺടാക്റ്റ് നമ്പർ, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. നമുക്ക് ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യാം. അതിലേത് ഡിസ്ട്രിക്റ്റിലാണോ ഉള്ളത് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. ആലപ്പുഴയാണോ, എറണാകുളമാണോ, കണ്ണൂരാണോ, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് അതിൻ്റെ അകത്ത് ചൂസ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ, നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക. ദെൻ ടേംസ് ആൻഡ് സർവീസ് കണ്ടീഷൻ ആക്ട് എഗ്രി ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഈ ബ്ലഡ് ഗ്രൂപ്പിലേക്ക് നമ്മുടെ ലിസ്റ്റും ആഡ് ആവുന്നതാണ്. ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. പുതിയ മൊബൈൽ ടിപ്സുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് മൈ ചാനൽ. Like my official Facebook page.